ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുക, ഞങ്ങൾ ബോട്ടിങ്ങിന് പോവുകയാണ്. ബോട്ടിങ്ങിന് പോകുന്നതിന് മുന്നുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ ട്രാവലിംഗ് ആരംഭിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 3 മണിക്കൂറിനടുത്തുണ്ട്. അപ്പോൾ നമുക്ക് തുടരെ കാഴ്ചകളായിട്ട് കാണാം. അപ്പോൾ ആദ്യമായിട്ട് ഇൻട്രോ ഒക്കെ പറഞ്ഞ് എടുത്ത വീഡിയോ കേട്ടോ. ഒത്തിരി തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും പൊറുക്കണം. പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കലകല ഒച്ചകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ. അങ്ങനെ നമ്മുടെ യാത്രയ്ക്ക് ആരംഭിച്ചു. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് നല്ല മഴയൊക്കെ പെയ്തു, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലത്തെ ടൈം നമ്മൾ യാത്ര ചെയ്യുന്നത് നല്ല സ്യൂട്ടബിൾ ടൈമായിരുന്നു. നേരത്തെ കണ്ടത് നമ്മുടെ ലൂക്കാച്ചനാട്ടോ. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ആൻറ്റിയും ലൂക്കാച്ചിൻ്റെ പപ്പയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ കണ്ടൊരു വീഡിയോയിൽ കണ്ടായിരുന്നു, അങ്ങനെ മഞ്ഞ് മൂടി കിടക്കണത്. അങ്ങനെ ഞങ്ങൾ രാവിലെ നമ്മുടെ ലൂക്കാച്ചിൻ്റെ പപ്പ ഞങ്ങൾക്ക് സ്വീറ്റ് പൊറോട്ടയും ക്രീം ബണ്ണും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വേളാങ്കണ്ണിക്ക് പോയപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നായിരുന്നു ഇവിടെ ചേട്ടൻ. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ ചേട്ടൻ കൊണ്ടുവന്നാട്ടോ അത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. കോട്ടയം എത്തി. നമ്മൾ കുട്ടനാട്ടിലേക്ക് കേട്ടോ പോണത്. അങ്ങനത്തെ ക്രീം ബൺ കഴിക്കണതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രീം ബൺ. എന്താണെന്നറിയത്തില്ല, ക്രീം ബൺ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് CC ബേക്കറിയാന്ന് തോന്നുന്നു ചേട്ടൻ കൊണ്ടുവന്നത്. മിലോത്തയും സൂപ്പറാട്ടോ. മിലോത്തയും ഇവിടുത്തെ 2 പേർത്തേയും ക്രീം ബൺ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ നേരെ കണ്ട് നമ്മൾ 2 വണ്ടിയായിട്ടാട്ടോ പോയത്. അപ്പോൾ നേരെ കണ്ടത് നമ്മുടെ ജോമോനും പ്രിൻ്റപ്പനൊക്കെ ആട്ടോ. അമ്മേരവിടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്നും പറഞ്ഞാൽ എന്നെ ട്രോളാണതാണ്. ഇതാട്ടോ നമ്മുടെ ലൂക്കാച്ചൻ വീഡിയോ എടുക്കുന്ന ഫോണിലേക്ക് നോക്കണതാട്ടോ അത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ആലപ്പുഴ എത്തി കേട്ടോ. അങ്ങനെ ആലപ്പുഴ എത്തി. കണ്ടോ, നമ്മൾ കൃഷി ചെയ്തതാണ് കേട്ടോ. കാണാൻ നല്ല രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ താറാവിനൊക്കെ കണ്ടു. നമുക്ക് എന്താ ഇവിടെ കണ്ടാലും നമുക്ക് ചോദിക്കണമല്ലോ വിലയ്ക്ക് എത്രയാന്ന്. അങ്ങനെ മലയാളികളുടെ സ്വഭാവം ഞങ്ങളും എടുത്തു, ഞങ്ങളും ചോദിച്ചു. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നു. അങ്ങനെ നമ്മളെത്തി. അങ്ങനെ നമ്മുടെ ബോട്ടൊക്കെ വന്ന് നമ്മൾ ബോട്ടിലേക്കൊക്കെ കയറി. കയറിയപ്പോൾ തന്നെ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ടു കേട്ടോ. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ നോക്കുമല്ലോ എന്തൊക്കെ സംഭവങ്ങൾ കാണാൻ. നമ്മൾ ആദ്യമായിട്ട് വനതാട്ടോ. നമ്മൾ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇതാട്ടോ നമ്മുടെ ഫസ്റ്റ് റൂം. 2 റൂമുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം. ഇത് ടോയ്ലറ്റ് ഇതുപോലെ തന്നെയാണ് കേട്ടോ, സെയിം തന്നെയാണ്. നമ്മുടെ ലൂക്കാച്ചൻ്റെ ആൻറ്റി ഞാനിപ്പോൾ വരും കണ്ടോ. ഞാൻ ഇത് തന്നെയാണ് കേട്ടോ, സെയിം ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് റൂമും ടോയ്ലറ്റും. AC ഉണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവരിട്ട് തരും. അപ്പോൾ അതിനായിട്ടുള്ള എക്സ്ട്രാ ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും. ലാസ്റ്റ് ഉണ്ട് കിച്ചനാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവറേട്ടൻ നല്ല കമ്പനിയായിരുന്നു. പുള്ളിക്കാരിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ അങ്ങനെ ഒത്തിരി ഷൂട്ടിംഗ് പ്ലേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കയറിയപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു കേട്ടോ. അത് നമ്മൾ മറ്റേ റോട്ടികൾ KSRTC കാണുന്ന പോലെ വാട്ടറിൽ വെള്ളത്തേക്കുള്ള പോകണം KSRTC കേട്ടോ. അത് KSRTC ഉണ്ട്, വേറെ എന്താ വേണം. പിന്നെ നമ്മളൊരു വീടൊക്കെ കണ്ടു, ഒരേപോലത്തെ മതിലൊക്കെ ഉള്ള വീട്, റിസോർട്ട് എന്തോ ആട്ടോ അത്. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ താറാവിൻ്റെ അപ്പുറത്ത് കാണുന്നത് കേട്ടോ. നമ്മൾ JCB കൊണ്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ ടിപ്പറിലൊക്കെ മണ്ണ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് അടിക്കത്തില്ലേ, അതുപോലെ ഇവിടെ ഈ വെള്ളത്തിൽ നമ്മൾ മണ്ണിങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് അടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഇതാട്ടോ അത്. ഇതൊക്കെ നമുക്ക് പറഞ്ഞത് നമ്മുടെ ഡ്രൈവറായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ആൾക്കാർ. ഞങ്ങൾ ഫാമിലി ആയിട്ടാട്ടോ ഞങ്ങൾ പോയത്. ലൂക്കാച്ചൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് വെള്ളത്തിലുള്ള പായലൊക്കെ പോകണത് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് നല്ല ഒരു ടൈമിൽ തന്നെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയൊരു 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ മഴയൊക്കെ ആയിട്ട് ടൂറിസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഇതിപ്പോൾ കണ്ടോ, എല്ലാ വീടുകളിലെയും ഫ്രണ്ടിൽ, നമ്മുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ ബൈക്കോ കാറൊക്കെ ഉള്ള പോലെ ഇവരുടെ മീൻസ് ഓഫ് ട്രാവലിംഗ് ഞാൻ കണ്ടൊരു ഇതിന്ന് പറയുന്നത് കേട്ടോ, എനിക്കറിയത്തില്ല ഒന്നും. വള്ളം എല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിൽ വള്ളം ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള വേറൊരു ബോട്ട് പോകുന്നുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ ഒരു ഫുള്ളായിട്ട് കവർ ചെയ്താണ്, കാരണം ഇതൊക്കെ നശിച്ചു പോകുമല്ലോ, അതാട്ടോ. അതുകൊണ്ട് വേറെ ആൾക്കാർ ഇങ്ങനെ വേറെ ബോട്ടിലെ ആൾക്കാർ മേളിൽ കയറി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു ആഗ്രഹം മേളിൽ കയറണമെന്ന്. ഞങ്ങളും കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ
പക്ഷേ ഇങ്ങനെ ടാർപ്പായ കെട്ടിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു മൂവിയിലുള്ളൊരു പള്ളിയാട്ടോ. ഇത് മൂവിന്ന് ഞാൻ ഓർക്കണില്ല. അങ്ങനെ ഒത്തിരി ഷൂട്ടിംഗ് പോയിൻറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റി. ഇതുണ്ടോ, ഒത്തിരി ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ബോട്ടുകളൊക്കെ ഇങ്ങനെ അടുപ്പിച്ചിട്ടാണ് ഇപ്പോൾ ടൂറിസ്റ്റ് ടൈം അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ഇതാണ്. പക്ഷേ എങ്കിലും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേമ്പനാട്ട് കായലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ബോട്ടുകൾ എടുക്കുന്നത് നല്ല രസമാണ് കാണാൻ. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലൂക്കാച്ചനും ഡ്രൈവറേട്ടനും നമ്മുടെ അച്ചാച്ചനൊക്കെ കൂടി ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ലൂക്കാച്ചൻ ടാറ്റ എന്താ കാണുന്നത്, ഞങ്ങളോട് പുള്ളിക്കാരൻ പൊക്കോളാന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും ടാറ്റ കൊടുക്കണമേ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തു എന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ മഴ പെയ്യണം കൊണ്ട് തന്നെ നമുക്ക് ചൂടൊന്നും എടുത്തൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ പോയ ടൈം എന്ന് പറയുന്നത് നല്ലൊരു ടൈമായിരുന്നു. ഇത് കണ്ടോ, നല്ല ലക്ഷ്വറിയസ് ആയിട്ടുള്ളൊരു ബോട്ടാട്ടോ. ഇതിനകത്ത് ഫിലിം ആക്ടേഴ്സാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഷാപ്പിലൊക്കെ കയറി കപ്പയും മീൻകറിയൊക്കെ മേടിച്ച് കഴിച്ചു. ഇത് അവിടുത്തെ ഒരു പാലാട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിലിം ആക്ടേഴ്സ് ഉള്ളത് പൊട്ടാട്ടത്. ഇത് കണ്ടോ ഇവിടുത്തെ പാലം. ഇത് നമ്മുടെ സൗണ്ട് തോമ ഫിലിമിലുണ്ടായിരുന്ന പാലാട്ടോ. നമ്മൾ പറഞ്ഞത് ഇവരെയാട്ടോ. ഇതിനകത്ത് നമ്മുടെ തമിഴ് ആക്ടേഴ്സ് എന്തുവായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് കണ്ടിട്ടാരും മനസ്സിലായില്ല. പക്ഷേ അങ്ങനെ അപ്പോൾ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ പാലങ്ങളും നേരത്തെ കണ്ട പോലത്തെ ഒരു സ്ട്രക്ചറാട്ടോ. വെള്ളം കയറാണ്ടിരിക്കാനൊക്കെ ആയിരിക്കും, അറിയത്തില്ല എന്താന്ന്. കുറേയും ഷൂട്ടിംഗ് പോയിൻറ്റുകൾ നമ്മളെ കാണിച്ചു തന്നു ചേട്ടൻ. കുറേയൊക്കെ കണ്ടു, പക്ഷെ കുറേയൊക്കെ ഞാൻ മറന്നുപോയി സത്യത്തിൽ ഏതൊക്കെയാണെന്നൊക്കെ. അങ്ങനെ ഇത് നമ്മുടെ സൗണ്ട് തോമ ഫിലിമിൽ തന്നെ ഉള്ളതാട്ടോ. അങ്ങനെ പോയി നമുക്ക് പിന്നെ എന്താ പറയുക, ഒരു വൈകുന്നേരം റിട്ടേണൊക്കെ പോകണ നേരമാകുമ്പോഴേക്കും നമുക്ക് ബോറടിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ മേളിലത്തെ വ്യൂ. മേളിൽ ചെന്നതിന് ഇപ്പോൾ ഷോറൊക്കെ ഇതാണ് കണ്ടത്. മേളിലെല്ലാവരും നിരന്നങ്ങോട്ട് നിൽക്കുകയാണ്. ഇങ്ങനെയാണ് കേട്ടോ മേളിലത്തെ സ്പേസ്. രണ്ട് സൈഡിലും ഇരിക്കാനൊക്കെ ഇടയ്ക്ക് ആയിട്ട്. ഇത് കണ്ടോ, നമ്മൾ വേമ്പനാട്ട് കായലിലെത്തി കഴിഞ്ഞപ്പോൾ കണ്ടോ ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ. ഇങ്ങനെ എന്താ പറയുക, എന്തോ ഇങ്ങനെ അടക്കി വെച്ചണ പോലെ ഇതിങ്ങനെ നിൽക്കണത് കാണാനായിട്ട് നല്ല രസം. ഇതിങ്ങനെ കിടക്കണത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇതുണ്ട് ഇങ്ങനെ കുഞ്ഞു വഴികളിൽ നിന്ന് ഇങ്ങനെ വരും. നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു പോകുന്നത് വേറെ വഴിക്ക്, വന്നത് വേറെ വഴിക്ക്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ കുഞ്ഞു ഇടവഴികളിൽ നിന്ന് ഇങ്ങനെ കുറേയും ഇങ്ങനെ വന്ന കാണാം. നല്ല രസമായിട്ട് ഇങ്ങനെ പോണ കാണാൻ എന്താ ഒരു പ്രത്യേക ഭംഗിയാണിത് പോണാണ്. അതുണ്ട് കുഞ്ഞൊരു ബോട്ടല്ല, സ്പീഡ് ബോട്ടാട്ടോ അത്. ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ എന്താ പറയുക, സ്പീഡ് ബോട്ടിന് പോകണമെന്നുണ്ടെങ്കിൽ ഇവർ നമ്മളെ മറ്റവരായിട്ട് ഈ ഡ്രൈവർ ചേട്ടനും അങ്ങനെയുള്ള ആൾക്കാർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് സ്പീഡ് ബോട്ടിനൊക്കെ പോകാൻ പറ്റും. ഭയങ്കര ഒച്ചപ്പാടായിരുന്നു കേട്ടോ. പോയിട്ട് ഈ ആൾക്കാർക്ക് ഭയങ്കര സ്പീഡ് ബോട്ട് തന്നെ പറയുമ്പോൾ അറിയാമല്ലോ, അങ്ങേ സ്പീഡൊക്കെ ആയിട്ട് എല്ലാവരും ഷൗട്ടിങ് കേട്ടിട്ട് ഞങ്ങളും കിടന്ന് പോവുമായിരുന്നു. അതുപോലെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസാണ്. എന്തായാലും ഒരു തവണ കാണാനുള്ളത് അവിടെയാണ്. ഒരു തവണ എന്നല്ല, എത്ര തവണ പോയാലും കാണാനുള്ളതുണ്ട്. എങ്കിലും എന്താ പറയുക, നല്ലൊരു വ്യൂ ആയിരുന്നു. ഇതുണ്ട്, ഇതിൻ്റെ നേരത്തെ നമ്മൾ കണ്ടില്ലേ, ഈ തെങ്ങിൻ്റെ അപ്പുറത്ത് വെള്ളം കയറ്റിയിട്ടാണ്, പാടാട്ടോ അത്. വെള്ളം കയറ്റിയിട്ടാണതാണ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടേ. അത് നമ്മൾ ഒരുപാട് പോയില്ല അങ്ങോട്ട്, കാരണം വെള്ളം കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പോകാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ വേമ്പനാട്ട് കായലിലൊക്കെ എത്തി. പിന്നെ ബോട്ടൊക്കെ സൈഡ് ഒതുക്കി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഫുഡിന് ചോറ്, ചിക്കൻ കറി, സാമ്പാർ, ഒലത്ത്, കരിമീൻ വറുത്തത്, പപ്പടം, അങ്ങനെ കുറേ കറികളുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ എന്താ പറയുക, വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ. അങ്ങനെ എല്ലാവരും ഈ കാണുന്നതൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒതുക്കി വയ്ക്കണം കേട്ടോ അവരൊക്കെ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാം കേട്ടോ. തിരിച്ച് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പോയി കഴിയുമ്പോൾ നമ്മൾ റിട്ടേൺ പോണ വഴിയിലേക്ക് പോകും. ഈ വന്നതും പോണതും ഒരേ വഴിക്കല്ല കേട്ടോ. അങ്ങനെ ഇത് കണ്ടോ, നല്ല വെള്ളമുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് കണ്ടു, ഈ തെങ്ങിൻ്റെ അപ്പുറത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കയറ്റിയിട്ടാണ്. ഇവിടെ എങ്ങനെ നോക്കിയാൽ നമുക്ക് ഇഷ്ടംപോലെ തെങ്ങ് കാണാൻ പറ്റും. തെങ്ങും ബോട്ടും അങ്ങനെ. കേട്ടോ മഴ വീഴുന്നു കേട്ടോ. ഇടയ്ക്കും ഇടയ്ക്കായിട്ട് നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. സൂം ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ വെള്ളം കയറ്റിയിട്ടിരുന്നത്. അതുണ്ടോ, കുറച്ചുകൂടി അങ്ങ് നമ്മൾ പോയി കഴിയുമ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ എന്താ പറയുക, കൃഷി ചെയ്താണ് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ നല്ല
ചെറിയ രീതിയിൽ ഒഴുക്കുണ്ടായിരുന്നു. ഇതുണ്ടാകും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. മഴ പെയ്യണം കൊണ്ട് തന്നെ അതൊരു ചെറിയൊരു ഡിസ്കംഫേർട്ടായിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളം ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കുഴപ്പമുണ്ടാകുന്നില്ല. കാരണം ഇത് ഈ ടൈമിൻ്റെ ഒരു ഇതാണ്, അല്ലാണ്ട് വേറെ അവരുടെ പ്രശ്നമോ അല്ലെങ്കിൽ നമ്മുടെ ഇതൊന്നുമല്ലല്ലോ. അങ്ങനെ ഇത് കണ്ടോ, കൃഷി ചെയ്തതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഇനിയിപ്പോൾ ചായ കുടിക്കുന്ന നേരമായി കഴിഞ്ഞപ്പോൾ നമ്മൾ സ്നാക്സ് കഴിക്കുന്നത് കേട്ടോ. ഇത് അടുത്ത പട്ടി ഷോ എന്നൊക്കെ പറയണ പോലെ. അങ്ങനെ നമുക്ക് ചായ, കട്ടൻ ചായയൊക്കെ കിട്ടി, പഴംപൊരിയൊക്കെ കിട്ടി. ഇത് ഞങ്ങളുടെ ആൻറ്റിയാണ്, പപ്പയുടെ പെങ്ങൾ, പപ്പയുടെ ചേച്ചിയാട്ടോ. പപ്പയുടെ ചേച്ചിയുടെ മോൻ്റെ വാവേനെയും കൊണ്ട് പുള്ളിക്കാരൻ ഇടയ്ക്ക് ഇങ്ങനെ കരഞ്ഞപ്പോൾ പുള്ളിക്കാരനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് കളിക്കണതാട്ടോ അത്. അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതെന്തോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വണ്ടികളൊക്കെ കൊണ്ടുപോകാനല്ലേ, ആൾക്കാരെ കൊണ്ടുപോകാൻ, അങ്ങനെ എന്തോ ആട്ടോ, എനിക്കറിയത്തില്ല എന്താന്ന്. ഇതുണ്ട് നമ്മുടെ ആഫ്രിക്കൻ പായലൊക്കെ ഒഴുകി പോകുന്നുണ്ട്. ഒത്തിരി പായലും പിന്നെ കുളവാഴയൊക്കെ പോകുന്നുണ്ട് കേട്ടോ, ഹൈഡ്രലില്ലേ അതൊക്കെ. അങ്ങനെ ഉണ്ടാവും. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു വള്ളങ്ങളുണ്ട്. താറാവിനെയും കാണാം. താറാവ് നമ്മുടെ അടുത്ത മെയിൻ ഇതാട്ടോ. ഇതാണ് ഇങ്ങനെ കസിൻസ് ഗ്രൂപ്പ് എല്ലാവരും. കുറച്ച് പട്ടിഷൊക്കെ ഇറക്കിയിരിക്കണതാണ് കാണുന്നത്. പിന്നെ നമ്മൾ കൊഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൊഞ്ച് അവർ നമുക്ക് വെച്ച് തന്നതാണ് കേട്ടോ. നമ്മളിവിടുന്ന് വാങ്ങിച്ചു കൊടുത്താൽ അവർ നമുക്ക് കറി വെച്ച് തരും. അതിന് എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല, അതൊക്കെ നമുക്ക് ചെയ്തു തരും കേട്ടോ. അങ്ങനെ നമ്മൾ റിട്ടേൺ നമ്മുടെ വണ്ടിയിലെത്തി. ഇത് നമ്മൾ തിരിച്ചു വന്ന വഴിക്കാട്ടോ. അതുണ്ടോ, കൃഷി ചെയ്യാനായിട്ട് വിതച്ചിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കൃഷി ചെയ്യാനായിട്ട് ചെയ്തിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സൂപ്പർ യാത്രയായിരുന്നത്. നല്ലൊരു മൈൻഡ് റിലാക്സിങ് ആയിരുന്നു എന്ന് തന്നെ പറയാം. നമ്മുടെ ഫാമിലിയായിട്ട് നമ്മൾ ഇങ്ങോട്ട് പോയാൽ നല്ല രസമാണെന്ന് പറയില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ്.